നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ അഭിപ്രായം പറയുന്നു. അത് വാഹനം മോശമാണെങ്കിൽ അത് പറയാം, സർവീസ് മോശമാണെങ്കിൽ അത് പറയാം, നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ അത് പറയാം. അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ റാപ്പിഡ് ഫയറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലമേ നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ നമ്മുടെ ഒപ്പം ചേർന്ന് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ടൂർമാക്സ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ട്രാവൽ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ചിലർ ചേർന്ന് രൂപീകരിച്ച ഒരു കമ്പനിയാണ് ടൂർമാക്സ്. ഇപ്പോൾ ടൂർമാക്സ് ധാരാളം ട്രാവൽ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാവുന്നത് ഹിമാലയൻ ഒഡിസി സീസൺ 1 ആണ്. ഹിമാലയം എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലനിരകളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ മലനിരകളാണ്. പർവ്വതങ്ങൾ, എവറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷേ ഇത് പല രാജ്യങ്ങളായിട്ട് പരന്നു കിടക്കുന്നു. ഹിമാലയൻ ഒഡിസിയിൽ പ്രധാനമായിട്ടും 5 സ്ഥലങ്ങളാണ്. ആദ്യത്തേയും രണ്ടാമത്തേതും 2 വിദേശ രാജ്യങ്ങളെന്ന് പറയാം, നേപ്പാളും ഭൂട്ടാനും. മറ്റൊന്ന് ഇന്ത്യയിലാണെങ്കിൽ ലഡാക്ക്, കാശ്മീർ, അതുപോലെ സിക്കിം, ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹിമാലയത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നൊരു യാത്രയാണിത്. അങ്ങേയറ്റം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡുകളാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങളിത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ യാത്ര അതോടൊപ്പം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഫ്രീ യാത്ര എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കുളു മനാലി യാത്രയാണ്. അതിൻ്റെ ലാൻഡ് കോസ്റ്റ് എല്ലാം കമ്പനി ബെയർ ചെയ്യും. അതായത് ചണ്ഡീഗഡിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ 4 nights 5 days വരുന്ന പാക്കേജ് നിങ്ങൾക്ക് ഇതോടൊപ്പം ഫ്രീ ആയിട്ട് കിട്ടും. തിരിച്ച് ചണ്ഡീഗഡിൽ കൊണ്ടുവന്ന് വിടുന്നത് വരെയുള്ള എല്ലാ കാഴ്ചകളും കാണിച്ച് കൊണ്ടുവരുന്ന വരെയുള്ള അത്രയും പാക്കേജ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ജൂണിലും ജൂലൈയിലും ഒക്കെ ആയിട്ട് ഡിപ്പാച്ചേഴ്സ് ഉണ്ട് ഈ ഒരു ഹിമാലയൻ ഒഡിസിയുടെ. പക്ഷേ അതിനപ്പുറത്തേക്കുമുണ്ട്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത്തരം തണുത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ മലയാളികൾക്ക് ഇപ്പോൾ തണുത്ത ഡ്രസ്സൊന്നും കയ്യിൽ കരുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയുമില്ല. പക്ഷേ ടൂർമാക്സ് നിങ്ങൾക്ക് തണുപ്പിന് പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ ട്രാവൽ ട്രോളി ബാഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൗജന്യമായിട്ട് തരും നിങ്ങളത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ. ഈ ഒരു മാസം ബുക്ക് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു കുളു മനാലി യാത്ര ഫ്രീ ആയിട്ട് കിട്ടുന്നത്. കൂടാതെ ഈ മാസം ബുക്ക് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കിട്ട ഒരാൾക്ക് ഒരു തായ്ലൻഡ് യാത്രയും സൗജന്യമായിട്ട് കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ മനോഹരമായ ഹിമാലയം കാണാൻ വേണ്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഹിമാലയൻ ഒഡിസി സീസൺ 1. അപ്പോൾ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക, ഇത്തരം ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇന്ന് നമ്മളിനി പരിചയപ്പെടുന്നത് ഒരു ഹോണ്ട സിറ്റി ഓണറിനാണ്. ഹോണ്ട സിറ്റി ഏറ്റവും വളരെ വൈകി ഡീസൽ എഞ്ചിൻ ടെക്നോളജിയിലേക്ക് വരികയും ഏറ്റവും പെട്ടെന്ന് വിഡ്രോ ചെയ്യുകയും ചെയ്തൊരു കമ്പനിയാണ്. അധികകാലമൊന്നും ഡീസൽ എഞ്ചിൻ കൊണ്ടു നടന്നില്ല. നമ്മളിപ്പോൾ കാണുന്ന ഈ വാഹനം ഡീസൽ മാനുവലാണ്. നമസ്കാരം. ഹലോ ചേട്ടാ. പേര് പോൾ. എന്തെയ്യുന്നു പോള്? ഈ വൈൽ ഏണസ്റ്റന്യാങ്. അതെ. കൊച്ചിയിലെ ഇവിടെ 5 പേരിൽ ഒരാൾ ഈ വൈൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും എന്നുള്ളതാണ് കൊച്ചിയിൽ എക്സ്പെക്ട് ചെയ്ത പറയുന്നത്. എവിടെ നാട്? ഇവിടെ തന്നെ, പെരുമ്പാവൂർ. എത്ര കാലം ഇപ്പോൾ വണ്ടി എടുത്തിട്ട്? ഇത് 2014 ഡീസൽ വേരിയൻ്റ് ആണ്. ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു. അന്ന് കഴിയതാന്ന് തോന്നുന്നു കേട്ടോ. 2014 എടുത്ത സമയത്ത് അവൻ്റെ കഴിയതാ, പിന്നെ കഴിയിട്ടില്ല. 2 ആഴ്ച മുമ്പ് അപ്പോൾ ഒരു 70,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട് വണ്ടി. പിന്നെ കുറച്ചാൾ പുറത്തായിരുന്നു. അപ്പോൾ ഒരു 3-3.5 വർഷം വണ്ടി ഓട്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഡീസൽ എടുക്കാൻ എന്താ കാരണം? അത്രയധികം ഓട്ടം ഉണ്ടായിട്ടാണോ? അന്ന് ഓട്ടത്തിൻ്റെ അതിൻ്റെ ആ പ്ലാൻ വെച്ചിട്ട് തന്നെ വണ്ടി എടുത്തത് ആക്ച്വലി. പിന്നെ പറഞ്ഞു അന്ന് പുറത്തൊക്കെ പോയതുകൊണ്ടാണ് ഇപ്പം 70,000 കിടക്കുന്നത്. വെള്ളിക്ക് ഓടിയിട്ടില്ല. പക്ഷേ ശരിക്കും ആ ഹോണ്ട സിറ്റി അറിയപ്പെടുന്നത് തന്നെ പെട്രോൾ എഞ്ചിൻ്റെ ഒരു റിഫൈൻമെൻറ്റിൻ്റെ ഒക്കെ പേരിലാണ്. തന്നെയല്ല, എൻ്റെ ഓർമ്മ ശരിയാണ്, ആ സമയത്തൊക്കെ വന്ന ഡീസൽ എഞ്ചിന് കുറച്ച് വൈബ്രേഷനും ഒക്കെ ഉണ്ട്. ഹോണ്ടയുടെ ഡീസൽ എഞ്ചിന് വൈബ്രേഷൻ കൂടുതലാണ് കമ്പയർ ടു വേറിൻ്റെയും മറ്റു ആ സമയത്തുണ്ടായിരുന്ന വെൻറ്റോയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അന്നത് ഓടിച്ച് നോക്കിയപ്പോൾ അത് ഫീൽ ചെയ്തിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞാൽ 2nd ജനും 3rd ജനും കുറേ ഓടിച്ചിട്ടുണ്ട് സിറ്റി. അപ്പോൾ എൻ്റെ ആ സമയത്തുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വണ്ടി എടുക്കുകയാണെങ്കിൽ സിറ്റി ആവണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ 2014 സമയത്ത് ഡീസൽ എഞ്ചിൻ കയറി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡീസൽ എഞ്ചിൻ്റെ റിലയബിലിറ്റി അത്രയും വലിയ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഡീസലിലേക്ക് സ്വിച്ച് ചെയ്യണ സമയമായിരുന്നു. പിന്നെ എനിക്ക് നല്ല രീതിയിൽ ഓടിക്കാൻ താല്പര്യമുള്ള ആളായതുകൊണ്ടും ഈ ഐവിടെക് നല്ല എഞ്ചിനാണ്, നല്ല റിവയുള്ള എഞ്ചിനാണ്. ബട്ട് സ്റ്റിൽ മൈലേജിൻ്റെ കാര്യം അതൊന്നൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഡീസൽ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്നിട്ട് എത്ര ഉണ്ട് മൈലേജ് കിട്ടുന്നുണ്ട്? ഞാൻ റെഗുലറായിട്ട് ബാംഗ്ലൂർ പോകാറുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഓടോയിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് 26.5 ഒക്കെയാണ്. എൻ്റെ ടാങ്ക് ടു ടാങ്ക് നോക്കുമ്പോൾ ഒരു 24.5-25 കിട്ടാറുണ്ട് എനിക്ക്. സ്റ്റഡി ഡ്രൈവിങ് ഞാൻ അങ്ങനെ പൊളിച്ചോടിക്കാറില്ല. ടൗണിലാണെങ്കിലും 17 to 18 ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ബാംഗ്ലൂർ കിട്ടാറുണ്ട്. അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിന് 100% സാറ്റിസ്ഫൈഡ്. ഏത് കാര്യത്തിലാണ് സാറ്റിസ്ഫൈഡ് അല്ലാത്തത്? ഇതിപ്പം 2nd ജൻ 3rd ജൻ ഓടിച്ചിട്ടുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നിഗിൾസ് കുറേയുണ്ട്. എസ്പെഷ്യലി ഹോണ്ടയുടെ 3rd ജനിലൊക്കെ ആണെങ്കിൽ അവർ നല്ല രീതിയിൽ അവർ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഉള്ളതൊക്കെ നല്ല പക്കയായിട്ട് ചെയ്തേക്കുന്നത്. ഇതിനകത്താണെങ്കിൽ അവർ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇൻറ്റീരിയർ ഡാഷ്ബോർഡ് റാറ്റിൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ഉള്ള സംഭവമാണ്.
സർവീസ് സെൻറ്ററിൽ കൊടുത്താലും അവർക്കത് ഒരു ഫുൾ പ്രൂഫായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 500 കിലോമീറ്റർ 1000 കിലോമീറ്റർ ആകുമ്പോഴേക്കും വേറെ സൈഡിൽ നിന്ന് സൗണ്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ ഇവരെ കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഹോണ്ടയ്ക്ക് ഈ പ്രൈസ് റേഞ്ചിൽ വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഫാക്ടർ ഒരു ഇതാണ് ഇതിൻ്റെ. എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ്? സർവീസ് കോസ്റ്റ് 60 വരെ കുഴപ്പമുണ്ടായിരുന്നില്ലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു ഇപ്പോഴും കൂടുതലൊന്നുമല്ല. കമ്പയർ ടു ജർമ്മൻസും കമ്പയർ ടു കൊറിയൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി സർവീസ് കോസ്റ്റ് കുറവാണ്. എനിക്ക് നോർമൽ സർവീസിന് ഇപ്പോൾ ഒരു 7 to 9 ആ റേഞ്ച് വരുന്നുണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ മിനി സർവീസ് ആണെങ്കിൽ 4000 റേഞ്ച് തീരുമായിരുന്നു. മെയിൻ സർവീസ് ഒരു 6-7 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അത് ഒരു 9 റേഞ്ച് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സോഫാർ നോർമൽ സർവീസ് അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഒരിക്കൽ ഒരു 5000 കിലോമീറ്റേഴ്സ് ബാക്ക് ഷോക്ക് മാറ്റിയായിരുന്നു ഫ്രണ്ടിൻ്റെ. അതിൻ്റെ ഒരു 12,000 റുപ്പീസ് വന്നിട്ടുണ്ട്. അല്ലാണ്ട് ബാക്കി കംപ്ലീറ്റ് സർവീസിൻ്റെ കാര്യത്തിൽ ഹോണ്ട നമ്മളെ ചതിച്ചിട്ടില്ല സോഫാർ. അപ്പോൾ 10 വർഷം കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത പരിപാടി? സത്യം പറഞ്ഞാൽ ഇതിന് കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. എൻ്റെ ഇതൊക്കെയായിരുന്നു. പിന്നെ ഓടിക്കാനും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അപ്പോൾ അടുത്ത 10 വർഷം കഴിഞ്ഞു. ബട്ട് ഇപ്പോൾ വണ്ടി എടുക്കാൻ പ്ലാൻസ് ഒന്നുമില്ല ആക്ച്വലി. എടുക്കുകയാണെങ്കിൽ എന്താണ് എടുക്കുന്നില്ലെങ്കിൽ പോലും ഏത് വണ്ടിയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടതിൽ ഇഷ്ടപ്പെടണം? എനിക്ക് SUV-യോട് അത്ര താല്പര്യമില്ല. എനിക്ക് ബോക്സി ഷേപ്പിനോട് അത്ര താല്പര്യമില്ല. ഓടിക്കാൻ കംഫർട്ട് സെഡാനായിട്ട് തോന്നിയിട്ടുള്ളത്. മേ ബി ഹോണ്ടയുടെ ഒരു നെക്സ്റ്റ് വേരിയൻറ്റ് അതാണെങ്കിൽ ടൊയോട്ടയുടെ വല്ല വണ്ടി. ഇത് രണ്ടുമാണ് നമ്മൾ ജാപ്പനീസിനോട് താല്പര്യം തോന്നുന്നില്ല ആക്ച്വലി. അപ്പോൾ ഇനി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിരിക്കും? മോസ്റ്റ് പ്രോബബ്ലി ഓട്ടോമാറ്റിക് ആയിരിക്കും. എനിക്ക് ഹൈവേയിൽ ഓടിക്കാൻ താല്പര്യം മാനുവലാണ്. ഈ ബമ്പർ ടു ബമ്പർ ചവിട്ടുമ്പോഴാണ് എനിക്ക് ആക്ച്വലി ഈ ഓട്ടോമാറ്റിക്കിൻ്റെ ആവശ്യം തോന്നാറുള്ളൂ. ബട്ട് അല്ലാണ്ട് കുറച്ച് റിവ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ മാനുവൽ തന്നെയാണ് കുറച്ചുകൂടെ പ്രിഫറൻസ്. ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വണ്ടിയാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നു. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ ഇപ്പോഴും അതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ്. അത് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള വണ്ടി നെക്സോൺ ആണ്. ബട്ട് നെക്സോൺ ഓണേഴ്സിന് ഫീൽ ചെയ്യത്തില്ല എന്ന് ബാഡായിട്ട് ഫീൽ ചെയ്യരുത്. 22 lakhs വണ്ടിയാണെങ്കിലും എനിക്കത് കണ്ടിട്ടൊന്നും 22 lakhs വണ്ടിയാണെന്ന് തോന്നുന്നില്ല. പറയുന്ന റേഞ്ച് കിട്ടുന്നില്ല എന്നുള്ള പരാതികളും വേറെയുണ്ട്. പക്ഷേ ബാറ്ററി ആയതുകൊണ്ട് മേ ബി ബാറ്ററിയുടെ കാശ് കൊണ്ടാണ് അതിൻ്റെ റേറ്റ് കൂടുതലായതുകൊണ്ടാണ് ഇത്രയും റേറ്റിൽ വിൽക്കാൻ പറ്റുന്നത്. അതൊക്കെ ഉണ്ടോ? മാരുതി പോലുള്ള കമ്പനികൾ ഇലക്ട്രിക്കുമായിട്ട് വന്നു കഴിയുമ്പോൾ ഇവരെല്ലാം വില കുറയ്ക്കേണ്ടി വരും. അതാണ് ഇപ്പം സംഭവിക്കാൻ പോകുന്നത്. അതോടുകൂടി കുറച്ചുകൂടെ ജനകീയമാകും ഈ ഇലക്ട്രിക് കാറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഉള്ള സന്തോഷം. ഈ പറഞ്ഞ പോലെ അധികം കണ്ടു കിട്ടാത്ത ആൾക്കാരാണ് ഈ ഹോണ്ട ഡീസലുകാർ. പിന്നെ ഇതിൻ്റെ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിക്സ്ഡ് റിവ്യൂ ആയിട്ട് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഞാൻ 1-2 പ്രാവശ്യം സർവീസ് ചെയ്തപ്പോൾ എനിക്ക് മോശമായിട്ട് അനുഭവം ഉണ്ടായിട്ടുമുണ്ട്. ഞാൻ ഇടയ്ക്ക് ബാംഗ്ലൂർ സർവീസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ ഒരിക്കൽ സർവീസിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ബാക്ക് ഡോറ് അവന്മാർ ചളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വണ്ടി ഡെലിവറി സമയത്ത് ഞാൻ ബായി തന്നെ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല സാർ അതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നില്ല, എനിക്ക് 100% ഷുവറാന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സാർ ക്യാമറ വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞു. പുതിയൊരു സർവീസ് സെൻ്റർ ആയിരുന്നു, സഫയർ ഹോണ്ട എന്നും പറഞ്ഞുകൊണ്ട്. അതിപ്പോൾ ക്ലോസ് ചെയ്തു എന്ന് തോന്നുന്നു. ഔട്ടർ റിംഗ് റോഡും ബലന്തൂരിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്, ഷോപ്പാണത്. എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് അപ്പോൾ വേറെ കുറച്ച് 3-4 സർവീസ് അഡ്വൈസേഴ്സും അവൻ്റെ കൂടെ കൂടി. എന്നിട്ട് പറഞ്ഞു ഇല്ല സാർ അതങ്ങനെയാണ് ഞങ്ങൾ കണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആർഗ്യുമെൻ്റൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യമൊന്നും മിണ്ടിയില്ല. പിന്നെ പെട്ടെന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നമ്മൾ വണ്ടി സർവീസിന് കൊടുക്കുമ്പോൾ അവന്മാർ ഈ വണ്ടി മാർക്ക് ചെയ്യത്തില്ലേ, സ്ക്രാച്ചസും മാർക്സൊക്കെ. ഞാൻ ആ പേപ്പർ തരാൻ പറഞ്ഞു. ആ പേപ്പർ വേഗം ഞാൻ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ സേഫിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് എവിടെയാണ് നിങ്ങൾ എനിക്ക് മാർക്ക് ചെയ്തേക്കണേന്ന് ചോദിച്ചു. അപ്പം അത് കണ്ടപ്പോഴേക്കും ബാക്കി സർവീസ് അഡ്വൈസേഴ്സൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വകാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവർ ഗോഡ് ഫാദർ പടത്തിനകത്തൊരു സീനുണ്ട്. ഈ മുകേഷും കനകയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് ആനപ്പാറ ചുമ കാണുന്നു. അപ്പോൾ ആനപ്പാറേൻ്റെ അച്ചമ്മേനെ കാണുമ്പോഴേക്കും മുകേഷ് അയ്യോ സുഖം തന്നെയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സ്കൂട്ടിയുടെ ഒരു സീനുണ്ട്. അതുപോലെ എൻ്റെ കൂടെ ഒരു ബൈ ബൈ പറയാണ്ട് എല്ലാ അഡ്വൈസേഴ്സും ഒറ്റയടിക്ക് സ്റ്റാൻഡ് കിട്ടും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ വേണമെന്ന് ചോദിച്ചു. മാനേജറോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ മാനേജർ ഫോൺ എടുക്കത്തില്ല. പിന്നെ അന്ന് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണം. ഞാൻ നാട്ടിലേക്ക് പോയി. എന്നിട്ട് മാനേജറിനെ 2-3 ടൈംസ് വിളിച്ചു. അവസാനം ഒരിക്കൽ ഫോൺ എടുത്തു പുള്ളി ഒന്ന് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി ഫോൺ എടുക്കത്തില്ല. പിന്നെ ഞാൻ പുള്ളിക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു, നിങ്ങളിന്ന് 4 മണിക്ക് മുമ്പ് വിളിച്ചില്ലെങ്കിൽ ഞാൻ ഹോണ്ട 121 കംപ്ലയിൻറ്റ് ചെയ്യും. എൻ്റെ കയ്യിൽ വീഡിയോസും പിക്ചേഴ്സും എല്ലാം ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വിതിൻ 4 മണിക്ക് മുമ്പ് പറയണമെന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് ഹലോ സാർ എന്തൊക്കെയുണ്ട് വിശേഷ സുഖം തന്നെയല്ല, ഭയങ്കര തിരക്കായിരുന്നു, മീറ്റിങ്ങിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം റീപെയിൻറ്റ് തന്നു. എന്നാലും അത് പൂട്ടിപ്പോയത് നിങ്ങളുടെ ഒരു ഭാഗ്യം. അത് പൂട്ടിപ്പോയതാണോ അത് അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്താണോ എന്ന് എനിക്ക് സഫയർ ഹോണ്ട ബാംഗ്ലൂരിലെ മലയാളികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെ സംഭവം നടന്ന സ്ഥലമാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചേക്കുക. അത് ഞാൻ പോയ സമയത്തായിരുന്നു അത് സർവീസ് സെൻറ്റർ തുടങ്ങിയത്. അപ്പോൾ പുറത്തുനിന്നൊക്കെ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അങ്ങനെ വീടിൻ്റെ അടുത്തുമായിരുന്നു, അപ്പം അങ്ങനെ കൊണ്ടേ കൊടുത്തായിരുന്നു. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ സർവീസിന് പിന്നെ അവരെ കൊടുത്തില്ല. മാക്സിമം കേരളത്തിൽ നിന്ന് തന്നെ സർവീസ് ചെയ്യാനാണ് നോക്കാറുള്ളൂ ആക്ച്വലി. അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് ഇപ്പം ഈ കമ്പനി അറിയിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു അനക്കം വെച്ചത്. അപ്പം ഹോണ്ട അത്തരം കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് ഡീലേഴ്സിന് അങ്ങനത്തുള്ള പേടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, രാവിലെ ഇത്രയും നേരം നമ്മളോട് ചിലവഴിച്ചതിന്. അപ്പോൾ പുതിയ ഏതെങ്കിലും വലിയ വണ്ടിയോട് വീണ്ടും കാണാം. ഷുവർ, താങ്ക് യു സർ. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ജിംനി ഓണറിനെയാണ്. അതായത് ഒരു ജിംനി ഓണർ മറ്റൊരു ജിംനി ഓണറിനെ പരിചയപ്പെടുകയാണ്. നമസ്കാരം. നമസ്കാരം. മാത്യു. എന്ത് ചെയ്യുന്നു? മതി ബിസിനസ്സാണ്. ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ് ആയിരുന്നു, ബിസിനസ്സാണ് കൂടുതൽ. അതൊരു ബിസിനസ്സാണല്ലോ. ബിസിനസ് അതും ആദ്യം പറഞ്ഞതല്ലേ. എവിടെ നാട്? ഇവിടെ തന്നെ. ശരിക്കും വയനാടാണ്. വയനാടിന് പറ്റിയൊരു വണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് അത് വാങ്ങിച്ചത്? അല്ല, എനിക്ക് ഓഫ് റോഡ് ഭയങ്കര താല്പര്യമാണ്. സോ ഞാൻ ഈ വണ്ടി 2018 ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞപ്പം തന്നെ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തൊരു വണ്ടിയാണ്. വെയിറ്റ് ചെയ്തു. എന്നിട്ട് Jan 12 ഓട്ടോ എക്സ്പോയിൽ വണ്ടി ബുക്കിംഗ് ഓപ്പൺ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടിപ്പോയി പോപ്പുലറിൽ ബുക്ക് ചെയ്ത ഇഷ്ടം. അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഈ വണ്ടിയോട് ഒരു ഫീലാണ്. ഞാൻ താർ വാങ്ങണം എന്ന് വിചാരിച്ചു, പക്ഷെ താറിൻ്റെ പ്രാക്ടിക്കൽ പേർപ്പസ് നടക്കത്തില്ല. കാരണം ഒരു ഫാമിലി ബാക്കിൽ ഇത് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഞാൻ കണ്ടത് ഇതൊരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാം. ഓഫ് റോഡിന് പോകാനാണെങ്കിൽ ഓഫ് റോഡിനും പറ്റും. പക്ഷേ ഇപ്പം ഞാനിത് വാങ്ങിച്ചപ്പോൾ ഞാനും ആദ്യകാലത്ത് വാങ്ങിച്ചതാണ്. ഈ ജനങ്ങളുടെ മനസ്സിൽ ഇതെന്തോ ഭയങ്കര കുഴപ്പം പിടിച്ച വണ്ടിയാണെന്നൊരു തോന്നലുണ്ട് അല്ലേ? അത് ആലിഫോ മണി അല്ലെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഇത് ഇത്രയും പൈസ കൊടുത്ത് വേറെ എന്തൊക്കെ നല്ല വണ്ടി വാങ്ങിക്കാന്നുള്ള മട്ടിലൊക്കെ ഉള്ള ഒരു പ്രചരണം തന്നെയുണ്ട്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? കാരണം ഈ സെയിം പ്രൈസിന് നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സിൽ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. നമുക്ക് ഹോണ്ടഡ് ആണെങ്കിൽ ഇപ്പോൾ എലിവേറ്റ് വന്നു, സിറ്റി ഉണ്ട്. സിറ്റി പക്ഷേ ഓക്കെ ഒരു കാർ സെഡൻ ആണ്. ക്രെറ്റ ഇതെല്ലാം ഈ റേഞ്ചിലുണ്ട്. പക്ഷെ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേർപ്പസ് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ്. നമ്മൾ ആ ഒരു SUV ആയിട്ടല്ല ഇത് കണ്ടത്. ഇത് 4x4 പേർപ്പസിൻ്റെ ഒരു വെഹിക്കിൾ. പക്ഷെ പ്രൈസ് ടാഗിൽ ശരിക്കും ഇവർ ഓവർ പ്രൈസ്ഡ് ആക്കി ഇട്ടു എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷെ അതെന്തോ ഒരു മാരുതിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ്. ആൻഡ് ഐ തിങ്ക് ദേ ആർ റിഗ്രറ്റിംഗ് ഇറ്റ് നൗ. കാരണം ഭാഗമായിട്ടാണല്ലോ ഇവിടെ വില കുറച്ചത്. വില കുറച്ചു. നമ്മുടെ വലിയൊരു പാതകമല്ലേ ശരിക്കും പറഞ്ഞാൽ. ശരിക്കും 2 ലക്ഷം രൂപയോളം കുറച്ചു. ഞാൻ വാങ്ങിച്ച 18 lakhs ഓൺ റോഡ്. ഇതിന് എത്രയായി? ഇത് 18.3 ആയി. അപ്പോൾ അത്രയും ആയ വണ്ടിക്ക് ഇപ്പം 2 ലക്ഷം രൂപയോളം വില കുറച്ച് നമ്മൾ വാങ്ങിച്ച നമ്മളൊക്കെ വണ്ടന്മാരായി എന്ന് പറയുന്ന റീസെയിൽ വാല്യൂ പോയി. അതെ, റീസെയിൽ വാല്യൂ ഭയങ്കരമായിട്ട് വിതിൻ ഒരു 4-5 monthsനകത്ത് റീസെയിൽ വാല്യൂ പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം വെച്ചാൽ ഇപ്പം ഓഫ് റോഡ് ഓക്കെ, പക്ഷേ നമ്മൾ അധികം ഉപയോഗിക്കുന്നത് ഇത് സിറ്റിയിലും അല്ലെങ്കിൽ അല്ലാത്ത ട്രാവലിനൊക്കെ ആണല്ലോ. അതിന് എത്രത്തോളം പറ്റുന്നുണ്ട്? അതിന് സിറ്റിയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടേണിംഗ് റേഡിയസ് ഒരു വലിയൊരു പ്രോബ്ലമാണ്. നമ്മൾ എവിടെയെങ്കിലും വന്നിട്ട് തിരിക്കാൻ നോക്കുമ്പോൾ വേറെ ആൾക്കാർ ബാക്കി വരുന്ന ആൾക്കാർ വിചാരിക്കുക ഇവനെന്താ വണ്ടി ഓടിക്കാറില്ല, റിവേഴ്സ് ചെറിയ വണ്ടി ഇപ്പൊ തിരിഞ്ഞു പൊക്കോളൂന്ന് വിചാരിക്കും. അവിടെ ഇത് തിരിയില്ല. വലിയ പണിയാണ്. അത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോറി ഓടിക്കുന്ന പോലെ ലെഫ്റ്റ് എടുത്ത് പോയി കറക്കി ഇവരെന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ എറണാകുളത്ത് ഇവിടെ പൊന്നുരുന്നി എന്ന് പറയുന്ന അവിടെ ഒരു യൂട്ടേൺ എടുക്കുന്ന ഒരു പാലം ഇറങ്ങി യൂട്ടേൺ എടുക്കേണ്ടി വരും പലപ്പോഴും. അവിടെ ഞാനത് എടുക്കാറില്ല, നേരെ പോകും. നാടക്കേട് മേടിക്കാൻ നേരെ പോയി വൈറ്റില ജംഗ്ഷനിൽ തിരിയുന്ന അതേപോലെ നമ്മുടെ അവന്യൂ റീജന്റെ ഫ്രണ്ടിൽ ഈ നമുക്ക് കാരണം ട്രാഫിക്കിലപ്പോൾ ലെഫ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പിന്നെ മൈലേജ് ഒരു വലിയൊരു പ്രോബ്ലമാണ്. ഒരു 8 കിലോമീറ്റർ ഒക്കെ സിറ്റിയിൽ. ഈവൻ ഹൈവേസിൽ ഇവിടെ കേരള ഹൈവേസിൽ ഒരു 13.5 14 മുകളിലൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഇവിടുത്തെ ട്രാഫിക് അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 14 മുകളിൽ ഒരിക്കലും കിട്ടത്തില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ടൊരു ചെറിയൊരു പ്രോബ്ലം, അത് ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാരുതി അടുത്ത്. അതിൻ്റെ ബ്രേക്കിംഗ് ഒരു ഇച്ചിരി എഫിഷ്യൻസി കുറവാണ്. അത് ഡിപ്പെൻസ് ഫ്രം വെഹിക്കിൾ ടു വെഹിക്കിൾ വേരി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇൻ്റർനാഷണൽ സ്പെക്കിൽ ബെറ്റർ പെർഫോമിംഗ് ബ്രേക്ക് പാഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സ്പെക്കിൽ ക്വാളിറ്റി അവർ കുറച്ചിട്ടുണ്ടെന്നുള്ള ഇത് പറയുന്നുണ്ട്. എനിക്കത് അങ്ങനെ വളരെ ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാലും അത് വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. അല്ല, പക്ഷേ ഇറ്റ്സ് ഓക്കെ. അതൊരു നമുക്കൊരു ടോളറബിൾ ലിമിറ്റ്സിലാണ്. കാരണം ഇത് വലിയൊരു ഹൈ പെർഫോമിംഗ് വെഹിക്കിൾ ഒന്നും അല്ലല്ലോ. സോ ഒരു മാക്സിമം ഒരു 70-80 കിലോമീറ്റേഴ്സിലൊക്കെ ബ്രേക്കിംഗ് ഇസ് ഫൈൻ, കുഴപ്പമില്ല. തന്നെ ഒരു 100 മുകളിലേക്ക് അങ്ങനെ കയറുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഒരാൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഇത് ഞാൻ വാങ്ങിച്ചാലോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഞാൻ പറയും വാട്ട് ഈസ് യുവർ പേർപ്പസ്. കാരണം
ഒരു ഓഫ് റോഡിന് പോകാൻ താല്പര്യമാണെങ്കിൽ മാത്രം യു ഗോ ഫോർ ദിസ്, അല്ലെങ്കിൽ വേറെ അതർ ഓപ്ഷൻസ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നി മറ്റൊരു വെച്ചാൽ അങ്ങനെ അല്ലെങ്കിൽ പോലും ഇപ്പം സിറ്റിയിലൊക്കെ ഓടിക്കാൻ ഭയങ്കര സുഖമല്ലേ ഈ വളരെ കോമ്പാക്ട് സൈസും അല്ലേ? പക്ഷെ അതിനകത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പോളോ ഒക്കെ ഉപയോഗിച്ച ഒരാൾക്ക് ദേ മേ നോട്ട് ഫീൽ ദറ്റ് പവർ ഇല്ല, അങ്ങനത്തെ ഒക്കെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. സോ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് മെന്റ് ടു ബി ആൻ ഓഫ് റോഡ് ആൻഡ് യു ഷുഡ് സീ ഇറ്റ് ഓൺലി ആസ് എൻ ഓഫ് റോഡ് എന്നുള്ളത്. ദെൻ നമ്മുടെ ബാക്കി കാര്യങ്ങൾ നടക്കും, ബിക്കോസ് 5 ഡോർ ആയതുകൊണ്ട് ബാക്കി ഒരു ഫാമിലി പർപ്പസ് കാറായിട്ട് യൂസ് ചെയ്യാം. സോ ഫൈൻ, അങ്ങനെ വാങ്ങാം. പക്ഷേ ഓഫ് റോഡ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ദെൻ ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് എന്നുള്ള ഒരു. അപ്പോൾ ഇത് വാങ്ങിച്ചാൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ദർ ആർ നോ റിഗ്രറ്റ്സ്. കാരണം ഞാൻ ഓഫ് റോഡിന് വേണ്ടി തന്നെ വാങ്ങിച്ചതാണ്. അതുപോലെ ഓഫ് റോഡ് ചെയ്തോ? എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോട്ടയത്ത് പോകുന്നുണ്ട്. നമ്മുടെ റോസി ആൻഡ് റോയ് കോട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംപുരിയൻ്റെ ഒക്കെ ഓഫ് റോഡ് ട്രാക്കിൽ ഐ ഗോ ഡു ഓഫ് റോഡ്. ഓക്കെ, അങ്ങനെ സോ ഞാൻ അവരെ ലെവൽ 1 ട്രെയിനിങ് കഴിഞ്ഞു. സോ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ട്രാക്കിൽ ആൻഡ് ഐ എൻജോയ് ഇറ്റ്. ലൈക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ്? അമേസിംഗ് ആണ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി അമേസിംഗ്. എനിക്ക് തോന്നുന്നു ഈ വെഹിക്കിൾ ഇസ് മെന്റ് ടു ബി ആൻ ഓഫ് റോഡ്. അതിൻ്റെ ലൈറ്റ് വെയിറ്റും അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ അപ്രോച്ച് ആങ്കിൾ ആൻഡ് ഡിപ്പാച്ച് ആങ്കിൾ, ശരിക്കും ആ ബ്രേക്ക് ഓവർ ആങ്കിൾ ഇച്ചിരി കുറവാണ് മറ്റേ 3 ഡോർ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യും. ചില ഒബ്സ്റ്റക്കിൾസിലൊക്കെ നേരെ വന്ന് സെൻറ്ററിൽ അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ നേരെ വന്ന് അവിടെ തന്നെ ഇരിക്കും. പക്ഷേ അതൊക്കെ ഫസ്റ്റ് ഇത് ഓടിച്ച് നമ്മൾ ഓഫ് റോഡാണ് മാരുതി നമുക്ക് ഓടിക്കാൻ തന്നത്. അത് ഡെറാഡൂണിൽ ഒരു റിവർ ബെഡിലായിരുന്നു. അത് ഓടിച്ച് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ബുക്ക് ചെയ്തത്. തിരിച്ചു വന്ന ഉടനെ ഞാൻ ബുക്ക് ചെയ്തു. കാരണം പക്ഷേ ഞാൻ പിന്നെ ഓഫ് റോഡൊന്നും പോയിട്ടില്ല കേട്ടോ, സമയം കിട്ടാറില്ല. എങ്കിൽ പോലും അത് അന്ന് ഇതിൻ്റെ ഒരു എബിലിറ്റീസ് നമ്മൾ മനസ്സിലാക്കി അന്നാണ്. ഒരു രക്ഷ കല്ലിൻ്റെ മുകളിൽ നിന്ന് കല്ലിലേക്ക് പറന്ന് പോവുകയാണ്, ചാടി ചാടി പൊക്കോളൂ സാധനം. അതൊരു സ്ഥലം. ആകെ 2 പ്രശ്നങ്ങൾ, തീർച്ചയായും ഈ പറഞ്ഞ 2 പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒന്ന് സിറ്റിയിൽ മൈലേജ് കുറവ്, 2 ടേണിംഗ് റേഡിയസ്. ഈ 2 കാര്യങ്ങൾ ഒഴിച്ചാൽ ഞാൻ 100% ഹാപ്പിയാണ്. പലരും ഈ പറഞ്ഞ പോലെ ഈ ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മളെ കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് എടുത്തതെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഞാൻ പറയും എന്താണ് കുഴപ്പം എന്ന് പറയുകയും ചെയ്യും. ഞാൻ ഈ മിനിങ്ങാന്ന് പോലും ഒരാളെ എൻ്റെ വീട്ടിൽ വന്ന ഒരു കക്ഷി ഇതെന്തിനാ ഇതെടുത്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കയറിയിട്ടുണ്ടല്ലോ, ഇല്ല കയറിയിട്ടില്ല എന്നാൽ വരാൻ പറഞ്ഞു. ഞാൻ അതിനുവേണ്ടി തന്നെ അതായത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെ വണ്ടി കയറ്റി ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു ഗംഭീര സസ്പെൻഷൻ, നല്ല രസമുണ്ട്. ഇതേ അനുഭവം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നത് വീട്ടിലൊരു ആന ഉള്ളപ്പോഴാണ്. നിങ്ങൾ എന്തിനാ ഈ വണ്ടി എടുത്തെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾ കയറിയിട്ടുണ്ടോ ഇല്ലെന്ന് വരാൻ പറയും. കയറ്റുമ്പോൾ കയറി ഇരിക്കുമ്പോൾ തന്നെ ഇത്ര സ്പേസോ, അത്ര സ്പേസ് ഉണ്ട് എന്നാൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കൊള്ളാൻ കേട്ടോ വണ്ടി എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതേ ഫീലാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ കാര്യത്തിലും തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെ മോശം വണ്ടിയൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് ഓഫ് റോഡ് കൂടെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മുതലാകുന്നത് എന്നാണ് പറയേണ്ടത്. പിന്നെ തോന്നിയാസം കാണിച്ചത് വില കുറച്ച് തന്നെയാണ്. ആ കാര്യത്തിൽ ഞാനും പ്രതിഷേധിക്കുന്നുണ്ട്. ഒരു ജിംനി ഓണർ എന്നുള്ള നിലയ്ക്ക് നമ്മളിനി വിൽക്കാൻ പോകുമ്പോഴായിരിക്കും പിന്നെ ഈ ഒരു വണ്ടിയുടെ ഈവൻ ഇൻ സ്പൈറ്റ് ഓഫ് ബീങ് എ 4x4 അതിന് ബോഡി റോൾ എന്ന് പറഞ്ഞ സാധനം, ദാറ്റ്സ് ദ റിയൽ അമേസിംഗ് പോയിന്റിനകത്ത് പറയാനുള്ളത്. ശരി, നമ്മളെല്ലാവരും വിചാരിച്ചു 4x4 ആകുമ്പോൾ ബോഡി റോൾ ഉണ്ടാവും. പക്ഷെ ഇത് സത്യം അമേസിംഗ് ട്രാവൽ കംഫർട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊരു ഹൈലൈറ്റ് ഉണ്ട്. യൂഷ്വലി മാരുതിയുടെ മിക്ക വണ്ടികളുടെ AC ഹോപ്പ്ലെസ് ആണ്. പക്ഷെ ഇതിൻ്റെ AC-യും ഭയങ്കര ചില്ലാണ്. ഉഗ്ര സസ്പെൻഷൻ ഭയങ്കര ഫ്ലോട്ടിങ് സസ്പെൻഷനാണ്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഇത് ഫാമിലിയായിട്ട് അങ്ങനെ ബാംഗ്ലൂരൊക്കെ ഇവരൊക്കെ പറഞ്ഞത് ബാക്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അങ്ങനെ ഉണ്ട് ബാക്കിൽ, എല്ലാവരും ഹാപ്പി, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ല ഈ വണ്ടി എന്നുള്ളവരെ എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് ആലോചിച്ച് വാങ്ങിക്കുക. എൻ്റെ കാര്യത്തിൽ എനിക്ക് സിറ്റിയിൽ ഓടിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ കോമ്പാക്ട്. അപ്പോൾ അത് ഞാൻ തൊട്ട് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബെൻസിൻ്റെ GL കുറച്ചുകൂടെ വലിയ വണ്ടി. അത് കഴിഞ്ഞ് ഇതിലേക്ക് മാറിയപ്പോൾ എവിടെയും നമുക്ക് പാർക്ക് ചെയ്യാം, എവിടെയും കൊണ്ടു നടക്കാം. ഏറ്റവും രസകരമായി ഞാൻ കഴിഞ്ഞ കോഴിക്കോട് പോയപ്പോൾ അവിടെ റോഡ് പണി നടക്കുക. ആൾക്കാരൊക്കെ ഇങ്ങനെ മെയിൻ റോഡിൽ ബ്ലോക്കായിട്ട് അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെയൊക്കെ കയറി കയ്യാലപ്പുറത്തൂടെയൊക്കെയാണ് ഇത് ഓടിച്ചു പോകുന്നത്. ഏതിലേയും പോകാമല്ലോ. അത്രയധികം രസകരമായ ഒരു വണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളെ കളിയാക്കരുത്. ഞങ്ങൾ ഇനിമോൾ ജിംനി ഓണസിനെ കളിയാക്കരുത്. വേറെന്താണ് ഇപ്പം ഇതാണോ മെയിൻ വണ്ടി? ഇപ്പോൾ ഇല്ല, ഹാരിയർ ഉണ്ട്. എന്തുണ്ട് ഹാരിയറിൻ്റെ വിഷയം? ഹാരിയർ ശരിക്കും പറഞ്ഞാൽ നല്ല വണ്ടിയൊക്കെയാണ്. പക്ഷേ അവർക്ക് ഒരു ചെറിയ പ്രോബ്ലം പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ഹാരിയറിനകത്ത് ഒരു ലീക്ക്, ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് മഴക്കാലത്ത് ഈ ഫാക്ടറി ഫിറ്റഡ് സ്പോയിലറിൻ്റെ സൈഡിൽ കൂടെ വെള്ളം ഇറങ്ങി. ഒരു ദിവസം ഞങ്ങൾ ട്രാൻഡ്രത്ത് പോയി തിരിച്ചു വരുമ്പോൾ വൈഫ് പറഞ്ഞു, അച്ഛാ ബാക്കിൽ കൂടെ വെള്ളം ഇങ്ങനെ ഡിക്കിയിൽ വരുന്നുണ്ടല്ലോ, ലീക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതെന്താണ് സംഭവം നോക്കിയപ്പം എവിടുന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഗ്ലാസിൻ്റെ സൈഡ് ബീഡിങ്ങിൽ കൂടെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കൊണ്ട് സർവീസ് സെൻറ്ററിൽ കൊടുത്തു, മലയാളത്തിൽ കൊടുത്തു. സോ അവർ ആദ്യം പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു 2 ദിവസം ഇവിടെ ഇടണം, ഞങ്ങൾ വെള്ളം ഒന്ന് അടിച്ച് നോക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ബീഡിങ്ങിൽ കൂടെ അല്ല,
ഇത് സ്പോയിലറിൻ്റെ അവിടെയാണ് വരുന്നത്, പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇവർ കുറച്ച് സീലൻ്റൊക്കെ ഇട്ട് തൽക്കാലത്തേക്ക് ഇട്ട് ഒരു 2 മാസം കഴിഞ്ഞ് ഞാൻ വണ്ടിയിൽ വീണ്ടും നോക്കുമ്പോൾ ഒരു ചെറിയൊരു കുളം പോലെ വണ്ടിക്കകത്ത് നിറച്ചും വെള്ളം കിടക്കുന്നു. പിന്നെ ഞാൻ മലയാളത്തിൽ പോയപ്പോൾ അവർ പയ്യെ കൈ ഒഴിഞ്ഞു. അവർ പറഞ്ഞ് സമയമില്ല അങ്ങനെ. പിന്നെ ഞാൻ നമ്മുടെ ലെക്സോണിക്കുണ്ട്, ലെക്സോണുകാർ ഒരു 10 ദിവസം ഡെയിലി ഇരുന്ന് വെള്ളം സ്പ്രേ ചെയ്യും. ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇത് എവിടെ നിന്നാണ്. പിന്നെ ലാസ്റ്റ് ഇവർ കണ്ടുപിടിച്ചു മാനുഫാക്ചറിങ്ങിൽ എവിടെയോ ഒരു വെൽഡിങ് സ്പോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരികയാണ്. അത് ശരിക്കും ഒരു ടാറ്റ ഇത്രയും നല്ല പ്രോഡക്ട്സ് ഇറക്കിയിട്ട് ഇവർ എന്തുകൊണ്ട് ഈ ഫിറ്റ് ആൻഡ് ഫിനിഷ് നമ്മൾ ഒരു വണ്ടി ഒന്ന് തുടച്ച് കഴിയുമ്പോൾ റബ്ബർ ബുഷുകൾ ഇങ്ങനെ ഇളകി വരും. അങ്ങനെ ഒരിക്കലും ഒരു മാരുതിയിൽ അത് അങ്ങനെ സംഭവിക്കില്ല. ഒരു മാരുതി ചോർന്നതായിട്ട് ചരിത്രത്തിൽ കേട്ടിട്ടില്ല. ലക്ഷക്കണക്കിന് വണ്ടികൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇന്ത്യൻ വണ്ടികളായിരുന്നു ഇപ്പോഴും ഈ ഒരു എന്താ പറയുക ക്വാളിറ്റി എന്ന് പറയുന്നത്. പല വണ്ടിക്കും പല ക്വാളിറ്റി നല്ലത്. അത് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ ഹാപ്പിയാണ് വാങ്ങിക്കുന്ന കാര്യത്തിൽ ടാറ്റയൊക്കെ. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്. അതുപോലെ അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ജിംനിക്കില്ല. എന്തായാലും KSRTC ബസ് പോലൊന്നും ഒരിക്കലും വെള്ളം വീഴുന്ന പ്രശ്നമൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ തുല്യ സന്തോഷം ഉള്ളവരാണ്, തുല്യ ദുഃഖിതരാന്നുള്ള ആൾക്കാർ നമ്മളെ ജിംനിയുടെ കാര്യത്തിൽ നമ്മളൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനിയിപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് മഹീന്ദ്രയുടെ ഏറ്റവും സക്സസ്ഫുൾ വെഹിക്കിളായ XUV 700 ഓണറിനാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ സംസാരിച്ച ആൾ ടാറ്റ ഹാരിയർ ഓൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഇന്ത്യൻ വണ്ടികളുടെ മൊത്തം പ്രശ്നമായിട്ട് പറഞ്ഞത് പലപ്പോഴും ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകത്തിൽ പലപ്പോഴും വണ്ടി കഴുകുമ്പോൾ റബ്ബർ ബുഷൊക്കെ ഇളകി പോകുന്ന പ്രശ്നങ്ങൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. അത്തരമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? എന്താണ് മറ്റൊരു ഇന്ത്യൻ വാഹനമായ XUV 700 അവസ്ഥ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. പേര്? എൻ്റെ പേര് സുധീഷ്. ഞാൻ ജിയോജി ഫിനാൻസ് സർവീസിൽ ബിസിനസ് അനലിറ്റിക്സിൻ്റെ ഹെഡാണ്. ശരി. ജീവിതത്തിൽ ഒത്തിരി കുറേ വർഷങ്ങളായോ ഇവിടെ? ഞാനൊരു 20 വർഷത്തിന് മേളിലായിട്ട് കമ്പനിയിലാണ്. ശരി. ജീവിതത്തിൽ തന്നെ ഉണ്ട്? അതെ 2003 ജോയിൻ ചെയ്തു. ശരി. ഓക്കെ. അപ്പോൾ എന്താണ് ഇങ്ങനെ ഈ ഒരു വണ്ടി എടുത്തതിൻ്റെ ഒരു കാരണം? ഞാൻ മെയിൻലി എനിക്ക് ഇതിന് മുമ്പ് ഹോണ്ട സിറ്റി ആയിരുന്നു, പുണ്ടോയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹോണ്ട സിറ്റി കഴിഞ്ഞിട്ട് 10 വർഷം ആയപ്പോഴത്തേക്കും നോർമലി ഒരു സമ്പ്രദായം വെച്ചാൽ വൈഫ് ഓടിക്കും. ഞാൻ എന്താ കഴിയുമ്പോഴത്തേക്കും വൈഫ് ആ വണ്ടി എടുക്കും. അപ്പോൾ എനിക്കൊരു SUV-ലോട്ട് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് 2022-ലാണ് കൂടുതലും ഈ SUV മോഡൽസ് കുറച്ച് ഡസ്റ്ററിന് ശേഷം ഭയങ്കരമായിട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പം അവർ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം എൻ്റെ ഫ്ലാറ്റിൽ തന്നെ മറ്റൊരു കക്ഷി ഇത് ഓൾറെഡി ഇനിഷ്യൽ ബുക്കിങ്ങിൽ പുള്ളിക്ക് ആ സമയത്താണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് പുള്ളിയുടെ വണ്ടിയിൽ സഞ്ചരിക്കാൻ പറ്റി. പുള്ളിയുടെ അപ്പം പോകുമ്പം നമ്മുടെ പലപ്പോഴും ഡിസിഷൻ മേക്കിംഗ് വൈഫും മോളുമാണ്. അവർക്ക് ഈ മറ്റേ പനോരമിക് ഇതും സൺറൂഫും മറ്റേ ലാർജ് ടച്ച് സ്ക്രീനും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര പോഷ് തോന്നി. അറിയാലോ ലക്ഷറി വണ്ടിയായിരുന്നു, നല്ല വൈറ്റും. അതുപോലെ എനിക്ക് ഡിസൈനും ലോഗോയും ഭയങ്കരമായിട്ട്, ഈ ലോഗോയാണ് മെയിൻലി മാരുതിയായാലും ടാറ്റ ആയാലും നമുക്ക് ഇഷ്ടപ്പെടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ലോഗോയോട് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് അറിയില്ല, പക്ഷേ ഈ ലോഗോ ഒക്കെ ചെയ്തപ്പോൾ എനിക്കും താല്പര്യം തോന്നി. ആ സമയത്ത് പിന്നെ 2-3 വണ്ടി വേറെ ഓടിച്ചു നോക്കി. പക്ഷേ എനിക്ക് ഇതിനകത്ത് കുറച്ച് കംഫർട്ട് തോന്നി. പിന്നെ ആകെ എനിക്ക് മനസ്സിലായൊരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് മൈലേജാണ്. അത് ഞാൻ തയ്യാറായിരുന്നു. കാരണം ഞാൻ ഹൈ എൻഡിലോട്ട് പോകണ്ടെന്ന് വിചാരിച്ചു. കാരണം അവിടെ സേവ് ചെയ്യുന്ന പൈസ നമുക്ക് പെട്രോളിച്ചാൽ മതി. കാരണം എഞ്ചിനും മറ്റു കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതെ ഞാൻ നോക്കുമ്പോൾ ഇതേ ഒരു വേരിയന്റിൽ നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടിയിൽ കുറച്ച് മൈലേജും കാര്യങ്ങളൊക്കെ നോക്കി പോകുകയാണെങ്കിൽ 27 lakhs, എനിക്കൊരു 22.5 ആയിട്ടുള്ളൂ. അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. 22.5 ആണ് ആയത്. 5 ലക്ഷം രൂപ 4 ലക്ഷം സേവ് ചെയ്തെന്ന് വിചാരിച്ചു. എന്നാലും എനിക്കൊരു 4000 ലിറ്റർ പെട്രോൾ അടിച്ചാൽ ഒരു 40,000 കിലോമീറ്ററോളം ഓടാം. അപ്പോൾ ഞാൻ 6 വർഷം കൊണ്ട് മേ ബി ഒരു 50,000-60,000 കിലോമീറ്റർ ഓടത്തുള്ളൂ. അപ്പോഴത്തേക്കും അടുത്ത വണ്ടിയെ കുറിച്ച് ചിന്തിക്കേണ്ട അവസ്ഥ വരും. മോസ്റ്റ്ലി അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് മൈലേജിനെ കുറിച്ച് ഞാൻ വെറി ചെയ്തില്ല. മൈലേജ് എനിക്ക് സിറ്റിക്കകത്ത് ഞാൻ ഓഫീസ് എൻ്റെ അറിയാമല്ലോ ചെമ്പൂക്കാണ്. അപ്പം നമ്മൾ എവിടെയും സർവീസ് റോഡൊക്കെ ടച്ച് ചെയ്താൽ പോകുന്നത്. അപ്പോൾ എനിക്ക് ഒരു 8 മുതൽ 9 കിലോമീറ്റർ കിട്ടുന്നു. അത് കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ലോങ് പോയിട്ടുണ്ട്. മൂന്നാർ, കൊടൈക്കനാൽ റീസെൻ്റ്ലി പോയപ്പോൾ എനിക്ക് പലപ്പോഴും 15 കാണിച്ചു. കാരണം ഞാൻ ഇതിനകത്ത് എനിക്ക് മൈലേജ് അങ്ങനെ കാണിക്കുന്നില്ല. നമ്മൾ ട്രിപ്പിനകത്ത് എത്ര റേഞ്ച് എന്നുള്ളതേ കാണിക്കത്തുള്ളൂ. അപ്പോൾ അത് നോക്കുമ്പോൾ എനിക്ക് 15 വരെ പോയിട്ടുണ്ട്. ഓവറോൾ ഞാൻ ആലുവയ്ക്ക് മുമ്പ് എത്തുന്നവരെ എനിക്ക് 13.9, 14 വരെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പോയിരുന്നു. അപ്പോൾ എനിക്ക് അതുവരെ ഞാൻ 14 കിട്ടുന്നുള്ളൊരു ഉറപ്പില്ല. കാരണം മറ്റേ അറിയാലോ പളനി റോഡ് സൂപ്പർ റോഡാണ്. പൊള്ളാച്ചി പളനി റോഡ് നല്ല സൂപ്പർ റോഡാണ്. അപ്പോൾ അന്നേരമാണ് എനിക്ക് തോന്നിയത് ആദ്യമായിട്ടാണ് അങ്ങനെ കിട്ടുന്നത്. അല്ലെങ്കിൽ നോർമലി മൂന്നാർ അങ്ങനെയൊക്കെ പോകുമ്പോഴൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, റിയലായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഈവൻ കൊല്ലം പോലെ ഇപ്പോഴത്തെ റോഡ് അനുസരിച്ച് നമുക്ക് എവിടെയും ശരിക്കും അറിയാൻ പറ്റില്ല. ശരിക്കും ഹൈവേയിൽ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പം മനസ്സിലായി 14 ഒക്കെ കിട്ടുന്നുണ്ട്. അതുവരെ എൻ്റെ ഒരു പ്രതീക്ഷ 11 അതൊക്കെ ആയിരിക്കും എന്നാണ്.
അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ബിൽ ക്വാളിറ്റി പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്കിതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വണ്ടി ആൾ റെഫർ ചെയ്ത അല്ലെങ്കിൽ പുള്ളി എടുത്ത അദ്ദേഹത്തിന് കുറേ ഇനിഷ്യൽ ഇറങ്ങിയ വണ്ടിക്ക് കുറേ പ്രശ്നങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ ഇഷ്യൂസും അത് ഹൈ എൻഡും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കും ഹൈ എൻഡിലോട്ട് പോകണ്ടെന്നുള്ളൊരു, കാരണം അന്ന് പലരും പറഞ്ഞു, ഞാൻ റിവ്യൂലൊക്കെ നോക്കുമ്പോൾ ഈ സോഫ്റ്റ്വെയർ ഇഷ്യൂ ഒരു ഇതായിട്ട് പറയുന്നുണ്ട്. പലപ്പോഴും എന്തെങ്കിലും വെറുതെ എററൊക്കെ കാണിക്കും, സത്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം കാണത്തില്ല. അപ്പോൾ അവർ പറയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ടെക് മഹീന്ദ്ര 7 ഉണ്ടായിട്ട് പോലും അതാണ് മഹീന്ദ്രയ്ക്ക് പറ്റിയതല്ലേ? അല്ല, അതാ സത്യം. അതായത് ഇനിഷ്യലി കുറേ റിവ്യൂ ഞാൻ നോക്കുമ്പോൾ ഇതാണ് ഒരു, അപ്പം ഞാൻ അന്നേരം തീരുമാനിച്ചു, ഓക്കെ നമ്മൾ ഹൈ എൻഡിലോട്ട് പോകുക, അഡാസ് അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് ഈ പ്രോബ്ലം പറയുന്നത്. ബ്രേക്കിംഗ് സിസ്റ്റം ഇതൊക്കെയാണ് മെയിൻലി, അതായത് ആവശ്യമില്ലാതെ ബ്രേക്ക് പിടിക്കുക അങ്ങനെയുള്ള ഒരു ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്കപ്പോൾ ഈ മിഡ് വേരിയൻറ്റ് അതുകൊണ്ടാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതിൽ. പിന്നെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പവറും കംഫർട്ടബിൾ ഭയങ്കര ഇതാണ്, കംഫർട്ട്നെസ്സും ഭയങ്കര ഇതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇത് തന്നെയാണോ? എനിക്ക് അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ലോങ്ങിൽ ഓടുമ്പോൾ സിറ്റിക്കകത്ത് നമ്മൾ പറഞ്ഞല്ലോ ഒന്നുമില്ല, ലോങ്ങിൽ ഓടുമ്പോൾ ആ കംഫർട്ട്നെസ്സും. അതുപോലെ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ലാസ്റ്റ് പോയി കൊടൈക്കനാൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് എനിക്കൊന്ന് 9 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു 4-4:30 പോയില്ല, ഉച്ചയ്ക്ക് ഉണ്ണാൻ മാത്രമേ നമ്മൾ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ ജിമ്മിൽ പോകുന്ന ആളാണ്, എനിക്കൊരു ക്ഷീണം തോന്നില്ല. 5:30 ഞാൻ പോയി. അപ്പം നോർമലി എനിക്ക് അങ്ങനെയല്ല, നോർമലി ഒരു ലോങ് ഒക്കെ ഓടി വരുമ്പം ഇന്നിന് പോകേണ്ട ആ ഒരു ഫീലാണ്. പക്ഷേ ഈ അങ്ങനെ ഒരു ഫീലിംഗേ ഇല്ല. അതിപ്പം ഫാമിലിക്കായിട്ട് അവരും അവരുടെ കാര്യങ്ങൾ നോക്കിപ്പോയി. മറ്റങ്ങനെയല്ല, നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത്ര ലോങ് ഡ്രൈവ് കഴിഞ്ഞ് വന്നതല്ലേ എന്നുള്ളൊരു ഫീൽ, ആ ഫീലേ ഇല്ലായിരുന്നു. എന്താണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുകയാണെങ്കിൽ എന്താണ്? എനിക്ക് തോന്നി ഇവരുടെ മറ്റേ ഹൈ എൻഡിൽ ഒരുമാതിരിപ്പെട്ടതെല്ലാം ഉണ്ടറിയാലോ. അപ്പോൾ എനിക്കത് കുറച്ച് വേണ്ടാത്ത സാധനങ്ങളാണ് ഞാൻ ഉപേക്ഷിച്ചപ്പോഴാണ് എനിക്ക് AX5 ഞാൻ എത്തുന്നത്. ഇതിനകത്ത് എനിക്ക് പൊതുവേ നമ്മൾ ജനങ്ങൾ പറയുന്ന രീതി മൈലേജാണ്. അപ്പോൾ ഏത് വലിയ വണ്ടി എടുക്കുമ്പോഴും അറിഞ്ഞുകൊണ്ടെടുത്തതാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഇതിൽ മാത്രമേ, പക്ഷേ അതും എനിക്ക് ഒരു ഫോൾട്ടല്ല, ഓവറോൾ വണ്ടിയുടെ ഒരു ഫോൾട്ട് പറയുന്നത് അവർ പറയുന്നുമില്ല. ഒരിക്കലും അവർ ഈ മഹീന്ദ്ര XUV700 ഇത്ര മൈലേജ് ഉണ്ടെന്ന് തുടക്കത്തിൽ പറഞ്ഞു, ഇപ്പോൾ പറയുന്നുണ്ടോ എനിക്കറിയില്ല, അവർ പറയുന്നില്ല. അപ്പോൾ അത് ഒരു ഇതാണ്. പിന്നെ എനിക്ക് വേറെ ഒരു പ്രോബ്ലം അങ്ങനെ വന്നിട്ടില്ല. പലപ്പോഴും സോഫ്റ്റ്വെയർ ഇഷ്യൂ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ കണക്ഷൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നത് മിക്കവാറും നെറ്റിൻ്റെ ആയിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് പാട്ട് നിൽക്കും, പിന്നെ അടുത്ത സ്പേസ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ഓണാവും. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല. ഫാമിലിയാണ് വളരെ ഹാപ്പി, കാരണം അവരാണെങ്കിൽ ഇരുന്ന് നമ്മൾ ഡ്രൈവിങ്ങാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ഡിസിഷൻ കൂടാണ്. കാരണം ആ ഒരു വണ്ടിയിൽ കയറിയപ്പോൾ അവരെ പല 2-3 വണ്ടികൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്തെങ്കിൽ അവർക്ക് ആ വണ്ടി മതി എന്നുള്ള അവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ നമുക്ക് അതിൽ മാറ്റം വരും. അതുപോലെ 7 പേരായിട്ട് യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല, എൻ്റെ 5 സീറ്റ്, ഞാനാകെ 3 പേരേ ഉള്ളൂ. അപ്പം ഞാൻ ആലോചിച്ച് എന്തിനാണ് ഞാൻ 5 സീറ്റ് 7 സീറ്റ് എടുക്കുന്നത്? കാരണം ഞാൻ നോർമലി ഫാദർ മദറൊക്കെ മരിച്ചു. അപ്പം ഞാനും വൈഫും മോളുമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ നോർമലി ട്രാവൽ ചെയ്യുന്നതൊക്കെ 3 പേരാണ്. അപ്പം പിന്നെ അല്ലെങ്കിൽ പിന്നെ 2 ഫാമിലി നമ്മുടെ കൊടുക്കും. അപ്പോൾ എന്തായാലും ഒരു വണ്ടിയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അവരുടെ വണ്ടി എടുക്കേണ്ടി വരും. അപ്പോൾ ഇഷ്ടംപോലെ ലഗേജ് സ്പേസും ഒക്കെ ഉണ്ട്. ഭയങ്കര സ്പേസ്, അതായത് പറയാം ഭയങ്കര സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് റൂം, പിന്നെ ലെഗ് സ്പേസ്, പിന്നെ ക്യാബിൻ സ്പേസ് എല്ലാം നോക്കി കഴിഞ്ഞാൽ ലാവിഷാണ്. നല്ല പ്ലസന്റ് ആണ്, ഇന്റീരിയർ നല്ല പ്ലസന്റ്. അതെ, നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയുടെ പവർ ഭയങ്കര ഇതാണ്. അതെനിക്കൊരു വലിയ അഡ്വാൻറ്റേജ് എടുത്തു. കാരണം അതുപോലെ നമ്മൾ ഒരു വണ്ടിയിൽ നിന്ന് അടുത്ത വണ്ടിയിലോട്ട് പോകുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അതനുസരിച്ച് എടുത്തില്ലെങ്കിൽ വീണ്ടും അവർക്ക് ഇത് വിൽക്കാൻ തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു അവരെപ്പോഴും നമ്മുടെ ഇതിപ്പോൾ ഞാൻ 5 കൊല്ലം ഓടിച്ചിട്ട് അടുത്തൊരു വണ്ടി എടുക്കും ഇതിനേക്കാളും നല്ലതല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ അത് 3-4 മാസത്തിലും വിൽക്കും. അപ്പം നമ്മൾ ഇത് ഹോണ്ട സിറ്റിയിൽ നിന്ന് മാറിയപ്പോൾ എനിക്ക് മനസ്സിലായി ഹോണ്ട സിറ്റി ആയിരുന്നു എൻ്റെ ഏറ്റവും നല്ല വണ്ടി ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറുമ്പോൾ ആ പവർ ചേഞ്ച് ഉണ്ട്. പിന്നെ നമ്മുടെ ഇതുപോലെ നമ്മൾ ഇപ്പോൾ അതുപോലെ വൈഫിനൊക്കെ നല്ല കംഫർട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറ്റം കയറുമ്പോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റൻസ് ഒക്കെ നമ്മൾ താഴോട്ട് പോകും, മറ്റേ അങ്ങനെ ആക്സിഡൻറ്റ് അവർക്ക് പിടിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ കുറേ അതിനകത്തുണ്ട്. അപ്പോൾ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് ഞാൻ ഒരുപാട് ചെയ്തിട്ട് വന്നിട്ടുള്ളത് 4500. ഹാപ്പിയാണോ സർവീസിലൊക്കെ? സർവീസിൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരേ ഒരു പ്രോബ്ലം അല്ല. നോർമലി ഇപ്പോൾ നമ്മൾ ഉണ്ട് അവരൊക്കെ 6 മാസം കൂടുമ്പോൾ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഇത്ര സമയമായി. പക്ഷേ അങ്ങനെ ഒരു പരിപാടി അവിടെ ഇല്ല. നമ്മൾ തന്നെ തീരുമാനിക്കണം സർവീസായി. കാരണം അതുമല്ല ഇതിനകത്ത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കിലോമീറ്ററിൽ അപ്പോൾ 10,000 ആകുമ്പോൾ ഷെഡ്യൂൾഡ് ഇതാകും. പക്ഷേ നമ്മൾ ഓടാത്താണ് നമ്മൾ ചിലപ്പോൾ ഒരു കൊല്ലത്തിനകത്ത് ചെയ്തിട്ടുണ്ടാവും, എന്നാലും എഴുതി കാണിക്കും, പിന്നെ അത് മാറ്റണം. അപ്പോൾ അവർ വിളിക്കത്തില്ല. അവർ സർവീസ് കഴിഞ്ഞിട്ട് വിളിയുണ്ടോ? സർവീസ് കഴിഞ്ഞിട്ട് ഒന്നുമില്ല. മാരുതിയാണെങ്കിൽ ശല്യമാണ്. അതെ, ഞാൻ പറഞ്ഞു മാരുതിയുടെയും ഹോണ്ടയുടെയും അവരുടെയൊക്കെ ഒരു അഡ്വാൻറ്റേജ്. അവിടുന്ന് ഒരാൾ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ അയാൾ ചിലപ്പോൾ മോസ്റ്റ്ലി സർവീസിനെ കുറ്റം പറയും. കാരണം വിളിച്ചോണ്ടിരിക്കുന്നതിനാൽ നമുക്കൊരു ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ട സമയത്തായിരിക്കും വിളിക്കുന്നത്, ചിലപ്പോൾ വെറുതെ വിളിക്കുന്നുണ്ടാവും, സാറേ 3 മാസമായി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് അതൊരു പ്രോബ്ലം ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ സർവീസിന് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ 2 പേരേ ഉള്ളൂ, നേരത്തെ 3 പേരുണ്ടായിരുന്നു. ഇപ്പോൾ PPSും മറ്റേ വൈറ്റിലെ അവർ പോത്തൻസ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇഷ്ടംപോലെ താറുണ്ട്. അപ്പം ഭയങ്കര എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് എങ്ങനെ സർവീസ് ചെയ്യുന്ന നമുക്ക് അറിയത്തില്ല. നമ്മുടെ അടുത്ത് വിളിക്കും, 2 ദിവസം കഴിഞ്ഞൊരു ഡേറ്റ് തരും, കൊണ്ടിടും, വൈകുന്നേരം തരും. അതുകൊണ്ട് അതുപോലെ എനിക്ക് മനസ്സിലായിട്ടുള്ള റിപ്പയറിംഗ് ഇപ്പോൾ ഇല്ല പല വണ്ടികൾക്കും, എല്ലാം റീപ്ലേസ്മെന്റ്. നമ്മുടെ ഡോറിനൊരു ചെറിയ ഒരു ഇടി നടന്നപ്പം ഡോറങ്ങ് റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇൻഷുറൻസ് ആയതുകൊണ്ട് നമുക്ക് പ്രോബ്ലം. അപ്പം അതുകൊണ്ട് റിപ്പയറിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കസ്റ്റമറാണ് കണ്ടത്. ഈ പറഞ്ഞ പക്ഷേ ചില കാര്യങ്ങൾ ഇന്ത്യൻ കമ്പനികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം സർവീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഓർത്തിരിക്കുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് മാരുതിയൊക്കെയാണ് വളരെ നേരത്തെ തന്നെ വിളി തുടങ്ങും, ഇന്ന ദിവസം സർവീസ് ചെയ്യാൻ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചാൽ അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ത്യൻ കമ്പനികൾ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ ഈ മസിൽ ആണോ? ഇതിനോട് ഇച്ചിരി വലിയ താല്പര്യമുണ്ട്. അത് ഫാമിലിക്ക് മൊത്തം, എനിക്ക് മാത്രമല്ല, വൈഫും മോളും ഒക്കെ ഒരു നമുക്ക് കാണുമ്പോൾ കയ്യോ നമ്മളൊന്നും അല്ലാതായിപ്പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ അടുപ്പിച്ച് നമ്മുടെ പല റാപ്പിഡ് ഫെയർ നോക്കിയാൽ കാണാം, എല്ലാത്തിലും ഒരു മസിൽമാൻ വരുന്നുണ്ട് അല്ലേ. മിസ്റ്റർ ഇന്ത്യയൊക്കെ വന്നു, കഴിഞ്ഞ തവണ മിസ്റ്റർ ഇന്ത്യയൊക്കെ വന്നു. അപ്പം നമ്മൾ രാവിലെ കൊറോണയ്ക്ക് ശേഷമാണ് കുറച്ച് കൺസേൺ ഒക്കെ വരുന്നു തുടങ്ങിയില്ല ആൾക്കാർക്ക്. പഴയ ഫാഷൻ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ടൊയോട്ട ഫോർച്യൂണർ വാങ്ങിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ്. എല്ലാ കാലത്തും പലിശ കൂടുതലായിട്ടായിരിക്കും, വിൽക്കുന്ന കാലത്ത് കൂടുതൽ പൈസ കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, തീർച്ചയായിട്ടും വാങ്ങിക്കാൻ കൊള്ളാവുന്ന ഒരു വണ്ടിയാണ് ടൊയോട്ട ഫോർച്യൂണർ. അങ്ങനെയുള്ള ഫോർച്യൂണറിൻ്റെ ഉടമയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം സർ. ഡോക്ടറാണ്. ഡോക്ടറാണെന്ന് അതിൽ ഉള്ള ലോഗോ എംബ്ലം കാണുമ്പോൾ അറിയാം. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ സർ ആസ്റ്റൺ മെഡിസിറ്റി വർക്ക് ചെയ്യും. എന്താണ്? ഞാനൊരു കൺസൾട്ടന്റ് അനസ്തറ്റിസ്റ്റ് ആണ്. വൈഫ് കവിത, വൈഫ് അവിടെ തന്നെ വർക്ക് ചെയ്യണം, കൺസൾട്ടന്റ് ഇന്റൻസിവിസ്റ്റ് ആണ്. ശരി. അപ്പോൾ മയക്ക് വെടിയിട്ട ആളാണ്. എന്തും പറയാം. അപ്പോൾ നമ്മളൊക്കെ സർജറിക്ക് മുമ്പ് മയക്കുന്ന ആളാണെന്ന് മുഖം നോക്കി വെച്ചോ. അപ്പോൾ എത്ര കാലമായി വണ്ടി എടുത്തിട്ട്? സെറി വണ്ടി എടുത്ത് 2 വർഷം വന്നത്. 2 വർഷം. എന്താണ് ഇതിലേക്ക് എത്താൻ ഒരു കാരണം? സെറിലേക്ക് എത്താനുള്ള കാരണം ചോദിച്ചാൽ, ഒരു 2 years ബാക്ക് എനിക്കൊരു പീപ്പിൾ മൂവറിന് ആവശ്യമുണ്ടായിരുന്നു. ചില എനിക്കൊരു 5 സീറ്റർ അല്ലാണ്ട് എനിക്കൊരു 7 സീറ്റർ വണ്ടിയുടെ ആവശ്യമുണ്ട്. കാരണം പേരൻസ് എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ തുടങ്ങി. അവർ ആലപ്പുഴയിലായിരുന്നു, അവർ എറണാകുളത്തേക്ക് വന്നിരുന്നു. അപ്പോൾ അച്ഛനമ്മ ഞങ്ങൾ 4 പേരും, 2 മക്കളുണ്ട്, എല്ലാവരും കൂടെ ട്രാവൽ ചെയ്യാനായിട്ട് വണ്ടി വേണം. അങ്ങനെയാണ് ഒരു 7 സീറ്റർ വണ്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷെ ആദ്യം പോയി കണ്ടത് ഇന്നോവയാണ് പോയി കണ്ടത്. ഇന്നോവ ഈ പറഞ്ഞതുപോലെ അന്ന് ക്രിസ്റ്റയുടെ കാലമാണ്. അപ്പോൾ ഇന്നോവ ടോപ്പ് എൻഡ് വെഹിക്കിള്, അതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും എനിക്ക് അത്രയും ഒരു 34 ലക്ഷം രൂപ കൊടുക്കത്തക്ക രീതിയിലുള്ളൊരു വില ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു തോന്നിയില്ല. അത് മാത്രമല്ല ബാക്ക് സീറ്റ് അതിൻ്റെ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ്, ബെഞ്ച് സീറ്റ്സ് അല്ല. അപ്പം എൻ്റെ ഒരു പേർപ്പസ് അത് സെർവ് ചെയ്തില്ല. പിന്നുള്ള 7 സീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അന്ന് എക്സിബിറ്റ് 7 ഇറങ്ങിയ സമയമാണ്, പിന്നെ സഫാരി ഇറങ്ങിയ സമയമാണ്. പക്ഷെ അതൊക്കെ ഒരു പ്രോപ്പർ 7 സീറ്റർ ആണെന്ന് ചോദിച്ചാൽ 7 സീറ്റർ ആണ്. പക്ഷെ ലഗേജ് വെക്കാൻ നമുക്കൊരു സ്പേസ് ഇല്ല. അങ്ങനെ 0 ഇഞ്ച് വന്നൊരു വെഹിക്കിളാണ് ഫോർച്യൂണർ. അപ്പോൾ ഇത് ശരിക്കും ഒരു 7 സീറ്ററിൻ്റെ പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടോ? 7 സീറ്റർ പേർപ്പസ് വെച്ചാൽ പിള്ളേരുണ്ട് സർ, 10 വയസ്സ് 7 വയസ്സും ബേസിക്കലി. അതുകൊണ്ട് പിള്ളേർ നേരത്തെ നമുക്ക് 5 സീറ്റർ ആകുമ്പോൾ പിള്ളേരെ മടി പിടിച്ചിരുത്തായിരുന്നു. ഇപ്പം അച്ഛനും അമ്മയും ബാക്കിയിരിക്കുന്നു, പിള്ളേരെ ബാക്കിയിരിക്കുന്നു. ഒരു സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ ലഗേജ് അത്യാവശ്യം കൊള്ളുകയും ചെയ്യും. സോ 7 സീറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേരുള്ളതുകൊണ്ട്, പിള്ളേരായതുകൊണ്ട് 7 സീറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബേസിക്കലി. അത് എത്രയായി ഇതിൻ്റെ ഓൺ റോഡ് വില? സർ ഇത് ഞാൻ അന്ന് വാങ്ങിക്കുമ്പോൾ ഇതൊരു 48 ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് അഡീഷണൽ ആഡ് ഓൺസ് എല്ലാം കൂടി 49 ആയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞല്ലോ 34 ഇന്നോവയ്ക്ക് ഇത്തിരി കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇതും കൂടുതലല്ലേ? സർ കൂടുതൽ തന്നെയാണ്. പക്ഷേ സാർ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പോയി ഞാൻ സത്യം പറഞ്ഞാൽ ഓടിച്ച വണ്ടികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി സഫാരി ആയിരുന്നു. പക്ഷേ സഫാരിയുടെ ഒരു സംഭവം ചോദിച്ചാൽ, സഫാരി നിന്ന് ഇറങ്ങിയ സമയമാണ്. സഫാരിയുടെ സർവീസിനെ പറ്റി പലരും പല ബുദ്ധിമുട്ടുകളും പറഞ്ഞതുകൊണ്ട് അതിൻ്റെ കുറച്ചൊരു കഥയും കൂടിയുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വണ്ടി വാങ്ങിച്ചിരുന്നു, ഒരു ഹെർബൻ ക്രൂസർ, ടൊയോട്ടയുടെ തന്നെ. അത് ഞാൻ നീണ്ടൊരു 10 മാസം ഓടിച്ചതിന് ശേഷം കൊണ്ടുവിറ്റു. അത് ശരി. അത് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബേസിക്കലി അത് എൻ്റെ പേർപ്പസ് സെർവ് ചെയ്തില്ല ബേസിക്കലി. കാരണം അതൊരു അന്ന് 5 പേരെ ഞങ്ങൾ ഫാമിലി 5 സീറ്റർ 5 പേരുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു പവർ ടെറൈനും അതിൻ്റെ ഒരു പിക്കപ്പും ബേസിക്കലി എനിക്ക് ആദ്യമായിട്ടൊരു ഓട്ടോമാറ്റിക് വണ്ടി വാങ്ങിക്കുന്നത്. അതിൽ അപ്പോൾ ഒരു ടോക്ക് കൺവേർട്ടർ 4 ഗിയർ ബേസിക്കലി എനിക്ക് കുറച്ച് അണ്ടർപവർഡായിട്ട് തോന്നി. എസ്പെഷ്യലി നമ്മളൊരു കുറച്ച് ടൈറ്റ് റോഡ്സ് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പം റെസ്പോൺസ് വണ്ടിയുടെ കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു 10 months കഴിഞ്ഞപ്പോൾ എനിക്കത് കൊടുക്കേണ്ടി വന്നു. ശരി. അപ്പോൾ അത് കൊടുത്തപ്പോഴും ഈ പറഞ്ഞ പോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വില കിട്ടിയോ? വൈഫ് ഇത് കേൾക്കുന്നത് കൊണ്ട് പരസ്യമേ പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു 75,000 രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. 10 മാസം കഴിഞ്ഞപ്പോൾ ഒരു 10 വർഷമല്ല 10 മാസം കഴിഞ്ഞപ്പോൾ 10 മാസം നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു നഷ്ടം വന്നില്ലെന്നാണ് ഭാര്യയോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഒന്നും പറഞ്ഞിട്ടുള്ള അവസ്ഥ. ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ അങ്ങനെ ഒരു സംഭവം, ഒരു മയക്കുവെടി അവിടെ നടക്കും. എന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഈ വണ്ടിയുടെ കാര്യത്തിൽ? ശരി, വണ്ടിയുടെ കാര്യത്തിൽ ഞാനിപ്പം സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു വലിയൊരു SUV ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ മറ്റുള്ള SUV ഞാൻ ഓടിച്ചിട്ടില്ല. ബട്ട് ആസ് ഫാർ ആസ് മൈ പേർപ്പസ് ഗോസ്, ദിസ് സെർവ്സ് മീ ടു ദ ബെസ്റ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ വെച്ചാൽ ട്രാവൽ ചെയ്യാനായിട്ടും എൻ്റെ ഓട്ടത്തിനും ഒക്കെ എനിക്ക് ഈ വണ്ടി ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്.
എസ്പെഷ്യലി ഇതിനൊരു ചെറിയൊരു ഇഷ്യൂ ഉള്ളതെന്ന് ചോദിച്ചാൽ പാർക്കിംഗ് സ്പേസ് ആണ് ഇതിന് ചെറിയൊരു പ്രശ്നം. പക്ഷേ അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം ടൗണിൽ ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഒരു ആനപ്പുറത്തിരിക്കുന്ന പോലെ. അതുകൊണ്ട് ഒരു ട്രാൻസ്പോർട്ട് ബസ്സുള്ള പ്രൈവറ്റ് ബസ്സുകളൊന്നും ഒതുക്കുന്ന പ്രവണത കുറച്ചൊന്നും കുറയും. അതുപോലെ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് കേട്ടിരിക്കുന്നതും ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഇതിൻ്റെ സെക്കൻഡ് റോയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ബോഡി റോൾ എന്ന് പറയുന്ന കാര്യം. സർ, അത് ബോഡി റോൾ ഉണ്ട്. അത് ഫാമിലിക്ക് ഒരു ബുദ്ധിമുട്ട്. സർ, ഇതുവരെ വെച്ചാൽ ഞാൻ എടുക്കുമ്പോൾ എൻ്റെ മെയിൻ കൺസേൺ അതായിരുന്നു. കാരണം അച്ഛൻ കുറച്ച് ഏജ്ഡ് ആണ്, കുറച്ച് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛനും അമ്മയും അങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. പിന്നെ സർ, എനിക്ക് തോന്നുന്നു എൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സിൻ്റെ ആയിരിക്കും. ഞാൻ അത്ര സ്പീഡിയല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ചില കുണ്ടും കുഴികളും വരുമ്പോൾ, ഒരു ചെറിയ ടേണിങ് വരുമ്പോൾ റോളുണ്ട്. ഇല്ല ഞാൻ പറയും, റോളുണ്ട്. ബട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാകത്തക്ക രീതി അവർ ഇതുവരെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. മകൻ്റെ വണ്ടി ആയതുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞിട്ടില്ല. വേറെ ഏതുകൊണ്ട് ഡോക്ടർ ഉപയോഗിക്കുന്നത്? ഞാൻ സർ പിന്നെ ഒരു വോൾവോ XC40 യൂസ് പെട്രോൾ എടുത്തിട്ട് 1 year ആവുന്നു എടുത്തിട്ട്. എങ്ങനെയുണ്ട് അതിൻ്റെ അഭിപ്രായം? നല്ല പെർഫോമൻസ്. സാധാരണ വോൾവോ ഹസ്ബൻഡ് എടുക്കുകയും മറ്റു വണ്ടി ഭാര്യയ്ക്ക് കൊടുക്കുകയുമാണല്ലോ പതിവ്. സർ, അതിൻ്റെ കാര്യത്തിൽ ചോദിച്ചാൽ വൈഫിന് ഈ വണ്ടി ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പം പുള്ളിക്കാരത്ത് ഈ വണ്ടി കൂടുതലും എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാനത് എടുക്കാണ്ടിരിക്കാനായിട്ട് കൊടുത്താണ്. കാരണം കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ ഐ ഡോണ്ട് നോ എല്ലാ ആണും കൊണ്ടെന്ന് അറിയത്തില്ല. നമുക്ക് നമ്മുടെ സീറ്റിങ്ങിൻ്റെ ആ സ്പേസിങ്ങും ആ ലെഗ് സ്പേസും ഒക്കെ നമുക്ക് ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം സ്പേസാണ്. നമ്മുടെ തോട്ട് പ്രോസസ്സ്, നമ്മുടെ ചിന്തകൾ, അതിനൊക്കെ നമ്മുടെ പ്രൈവറ്റ് സ്പേസാണ് നമ്മുടെ വണ്ടി. അത് വേറെ ആൾ കയറി സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ മാറ്റുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ പുള്ളിക്കാരത്ത് കൂടുതൽ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് കംപ്ലൈൻറ്റ് വേണ്ട. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം സർവീസ് കോസ്റ്റ് വളരെ കുറവാണ്. കാരണം ആദ്യം തന്നെ മുഴുവൻ പൈസയും വാങ്ങിക്കുകയാണല്ലോ വണ്ടിയുടെ വിലയായിട്ട്. പക്ഷേ വോൾവോയുടെ കാര്യത്തിൽ എങ്ങനെയുണ്ട്? സർ, സർവീസ് ആയിട്ടില്ല. ഫസ്റ്റ് ഇയർ സർവീസ് ആവുന്നേ ഉള്ളൂ. സർവീസ് ആയിട്ടില്ല. ഫസ്റ്റ് സർവീസ് ആവുന്നത് എനിക്ക് തോന്നുന്നു അത് ഓണാകുമ്പോഴത്തേക്കും ഫസ്റ്റ് സർവീസ് ആവത്തേ ഉള്ളൂ. അപ്പോൾ അതെടുത്ത സമയത്ത് XC40 റീചാർജ് നോക്കിയില്ല? സർ, നോക്കിയായിരുന്നു. ബേസിക്കലി സർ, സെക്കൻഡ് വെഹിക്കിൾ ഒരു ഇലക്ട്രിക് വണ്ടി ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റില്ല. എല്ലായിടത്തും എറണാകുളത്ത് ഫേസ് എല്ലാ അപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ഈ ചാർജിങ് പോയിന്റ്സ് ആണ് ബേസിക്കലി. കാരണം XC40 റീചാർജിന് പെട്രോളിനേക്കാളും 2 ലക്ഷം വിലക്കുറവും കൂടെയാണ്. അതെ വിലക്കുറവും. പക്ഷേ ചാർജിങ് ഇഷ്യൂ എറണാകുളത്തൊരു നമുക്കൊരു സ്വന്തം വീടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടെങ്കിൽ ചാർജിങ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇത് നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കുമ്പോൾ സ്ലോ ചാർജറെ കൊടുക്കാൻ പറ്റുമോ? ഇതിന് 16 മണിക്കൂർ ചാർജ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു കോമൺ ചാർജിങ് പോയിന്റ് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ കുറേ ശേഷമാണ് ഞാൻ പെട്രോളിലേക്ക് മാറിയത് ബേസിക്കലി. ബട്ട് ഫ്യൂച്ചർ ഇലക്ട്രിക് ആണ്. പക്ഷേ ഇതെങ്ങനെ എറണാകുളത്ത് വർക്കൗട്ട് ആവുന്നുള്ളതിനെ പറ്റി തോന്നുന്നു. ശരിയാണ്. ഈ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ എപ്പോഴും പറയും ഒരു ചാർജിങ് പോയിന്റ്സ് വയ്ക്കുക. കാരണം ആർക്കും വാങ്ങിക്കാൻ പറ്റുന്നില്ല ഇലക്ട്രിക് കാറുകൾ. എല്ലാവരും ഇങ്ങനെ വാങ്ങിക്കാൻ റെഡിയാണ്, പക്ഷേ പറ്റുന്നില്ല എന്നുള്ള വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ഫ്യൂച്ചർ ഈസ് ഇലക്ട്രിക് എന്ന ഡോക്ടർക്ക് തോന്നുന്നുണ്ട് അല്ലേ? സർ, ഫ്യൂച്ചർ ഇലക്ട്രിക് ആണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ ഫ്യൂവൽ കുറേ കഴിയുമ്പോഴത്തേക്കിനെ വില കൂടും, കിട്ടാണ്ട് വരും. സോ ഫ്യൂച്ചർ ഇസ് ഇലക്ട്രിക്. അത് അങ്ങനെ ആയി തീരത്തേ ഉള്ളൂ. പക്ഷേ നമുക്ക് അതിലേക്കുള്ള പാത, ഹൗ ഡു യു ഡൂ ദാറ്റ്? ഈ പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഇലക്ട്രിക് വണ്ടി ആക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അതിനുള്ള പാതയും കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അതെല്ലാം റെഡിയാകട്ടെ എന്ന് പറയുന്ന രീതിയിൽ. ഇതിന് മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് സർ, ഇത് ആവറേജ് എനിക്ക് 10 കിലോമീറ്റേഴ്സാണ് തരുന്നത്. 10 കിലോമീറ്റർ ആയിരുന്നു. പക്ഷേ ഞാൻ ഹൈവേയിൽ കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ എനിക്കൊരു 14-15 കിട്ടുന്നുണ്ട്. പക്ഷേ മൂവ്മെൻറ്റ് സിറ്റി കയറുമ്പോൾ 7-8 ആ റേഞ്ചാണ്. പക്ഷേ ആവറേജ് ഒരു 10 കിട്ടും. എന്തായാലും ഈ പറഞ്ഞ പോലെയാണ് വളരെ ഹെവി വാഹനമാണ്, വളരെ സേഫാണ്. നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ തോന്നും ആ ഒരു സേഫ്റ്റിയും ആ ഒരു സ്റ്റെബിലിറ്റിയും ഒക്കെ തോന്നുന്ന ഒരു വാഹനമാണ്. പക്ഷേ എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഡോക്ടർ അധികം ഹില്ലി ടെറയിലൊക്കെ പോകുകയാണെങ്കിൽ ബാക്കി ഇരിക്കുന്നവർക്ക് ശരിക്കും ബോഡി റോൾ എന്നുള്ള സംഭവമുണ്ട്. അത് ഒരു പരിധിവരെ കുറവായിരുന്നു എൻഡേവറിൽ. അതാണ് എൻഡേവർ എന്ന് വിജയിച്ചത്. പക്ഷേ ഈ സമയമായപ്പോഴത്തേക്കും അതില്ലാതായിപ്പോയി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി ദീർഘകാലം പുതിയ വണ്ടികളുമായിട്ട് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. പ്ലഷർ മീറ്റിംഗ് സർ. അപ്പോൾ ഇന്നത്തെ റാപ്പിഡ് ഫയർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയുള്ള കമൻറ്റ് ഓഫ് ദ വീക്കാണ്. അതായത് നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മുടെ പ്രോഗ്രാമുകൾ താഴെ വരുന്നതിൽ നിന്ന് ഒരു കമൻറ്റ് സെലക്ട് ചെയ്തതിന് സമ്മാനം നൽകുന്നുണ്ട്. 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് നൽകുന്നത്. ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. നമ്മോടൊപ്പം ചേർന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഈ ഒരു ഗിഫ്റ്റ് നൽകുന്ന റോഷോ ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. കൊച്ചിയിൽ കാക്കനാട് മാവേലിപുരത്താണ് റോഷോയുടെ പ്രധാനപ്പെട്ട സെൻ്ററുള്ളത്. നിങ്ങൾക്ക് വാഹന സംബന്ധിച്ച എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും, അത് PPF ആയാലും അതുപോലെ റാപ്പിംഗ് ആയാലും ഗ്രഫീൻ കോട്ടിംഗ് ആയാലും നാനോ ടെക്നോളജി കോട്ടിംഗ് ആയാലും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സമീപിക്കാം റോഷോയെ. അപ്പോൾ റോഷോയാണ് നമ്മോടൊപ്പം ചേർന്ന് ഈ ഒരു സമ്മാന പദ്ധതിയിൽ പങ്കാളിത്തം നേടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോകളും കാണുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. മികച്ച കമൻറ്റിന് 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നേടുക. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ. നന്ദി, നമസ്കാരം.